3 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളൊരു റൂം എടുത്ത് കിടന്നു. നൈറ്റ് ഫുഡൊക്കെ വെച്ച് കഴിച്ചതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൊടൈക്കനാൽ എൻട്രൻസ് ഒന്നും എത്തിയിട്ടില്ല. നമ്മളൊരു ഈ ഒരു റൂമാണ് എടുത്തത്. 1200 ഈ ഒരു റേറ്റ് അല്ല 1000 ആയുള്ളൂ കേട്ടോ റൂമിന്. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെക്കേറ്റ് ചെയ്യാണ് റൂം. ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടൈക്കനാൽ കയറാൻ പോവാണ്. അവിടെ എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ടായിരുന്നു റൂം എടുത്ത് കിടന്നത്. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു രാത്രി. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് എടുക്കുന്നതും യാത്ര ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് മഴയല്ലേ, നമ്മൾ ഹെയർപിൻ കയറുകയല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ റൂം എടുത്ത് കിടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യാണ്. കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ ദേന. അപ്പോൾ ഇവിടെ ഈ പാസ് നമ്മളെടുത്തത് ജസ്റ്റ് ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അത് മാത്രമല്ല പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ആദ്യമേ നമുക്ക് ചെക്ക് ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയില്ല. വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അത് എൻട്രൻസ് നമ്മൾ കയറുമ്പോൾ തന്നെ ബോർഡർ കിടക്കുമ്പോൾ തന്നെ നമ്മളോട് ഈ പാസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതോടെ കാണിച്ചിട്ടാണ് നമ്മളെ വിടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ അവർ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിർത്തിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടോ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. കാറിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാ സാധനങ്ങളും വാങ്ങിപ്പിക്കും പിള്ളേർ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. അത് നമ്മളിങ്ങനെ പോയി നമ്മൾ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കട നോക്കുവാണ് കേട്ടോ. മെയിനായിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് എവിടെ കഴിക്കാൻ പറ്റും നല്ല സ്ഥലങ്ങൾ നോക്കിയാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെ ഇത് കിട്ടാനാണ്, പിന്നെ അടുത്ത ഇത് ചെല്ലണ്ടേ. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മ്യൂസിയത്തിൽ കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും നമ്മൾ മ്യൂസിയത്തിൽ കയറി കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വലിയവർക്ക് 30 രൂപ, ചെറിയ കുട്ടികൾക്ക് 10 രൂപ അങ്ങനെയാണ് കേട്ടോ. നല്ല മ്യൂസിയമാണ്. എന്തോ കോളേജിൻ്റെ മ്യൂസിയത്തിൻ്റെ പേര് മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോയിൻസ്, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ വലിയ മ്യൂസിയം ഒന്നുമല്ല, എന്നതേ ഇത്രയേ ഉള്ളൂ സ്പേസ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് താനും. കുറഞ്ഞതാണെന്ന് വിചാരിച്ച് കയറാതിരിക്കേണ്ട ആരും. പക്ഷേ നല്ല ഒത്തിരി കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ആനിമൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് അത്രയും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞി ബേബീസിൻ്റെയൊക്കെ വരുന്നത്, അങ്ങനെ ഒത്തിരി ഉണ്ട് ഐറ്റംസ്. അവിടെ ഇല്ല, ഇങ്ങോട്ട് വാ. അത് ബാത്റൂം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഹോട്ടൽ തപ്പാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ തപ്പാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, നല്ല മഴക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അവസാനം നമ്മൾ കണ്ടെത്തി മക്കളെ, നമ്മുടെ ഹോട്ടൽ കണ്ടെത്തി. അങ്ങനെ ഇഡ്ഡലി ദോശ ഇതാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഇത് പൊങ്കലാണ് ഇക്കാക്കയും വാപ്പച്ചിയും കഴിച്ച്. ഞാൻ ഇഡ്ഡലി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഡ്ഡലി.
പിന്നെ ദോശയും ഇതൊക്കെ ഉമ്മച്ചി പിള്ളേരൊക്കെ ദോശയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ വന്നു, ലേക്കിൻ്റെ ഭാഗമെത്തി. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സൈക്ലിംഗ് ചെയ്താലോ? കുറേ ആൾക്കാരിങ്ങനെ സൈക്ലിംഗ് ചെയ്ത് പോകുന്നത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അപ്പോൾ നമുക്കൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനും ഇക്കാക്കയും അച്ചും ഒരു സൈക്കിളിൽ കയറി ഇതേ ഉമ്മച്ചി പാപ്പിച്ചും പോട്. ഇവിടെ ആമിയും പൊന്നും ഒരു സൈക്കിളിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടുപേരും 2 സൈക്കിള് സെപ്പറേറ്റ് എടുത്തു. രണ്ടും കൂടി പോയി കഴിഞ്ഞാൽ ഇടിയായിരിക്കും. അപ്പോൾ രണ്ടുപേരും 2 സെപ്പറേറ്റ് സൈക്കിളൊക്കെ എടുത്തിട്ടാണ് അവർ പോയത്. കണ്ടോ? പിന്നെ ഞാൻ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അതിൻ്റെ മൂവ് ചെയ്യുന്നതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കുറേ ഞങ്ങൾ റൗണ്ട് ചെയ്തൊക്കെ പോയിട്ടോ. ഫുൾ റൗണ്ട് ചെയ്യാൻ പറ്റില്ല ലൈക്കൊക്കെ, അയ്യോ. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കിട്ടത്. അതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോഴാടാ കണ്ടേ ബലൂൺ പൊട്ടിക്കുന്നതാണ്. ആദ്യമായിട്ട് ഗണ്ണ് കയ്യിൽ പിടിച്ച് നമുക്ക് ബലൂൺ പൊട്ടിക്കുന്നൊരു ഇതിലേക്ക് നമുക്ക് പോയാലോ എന്ന് വിചാരിച്ച്, അന്ന് ആദ്യമായിട്ടല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഓരോരുത്തരും ഓരോന്ന് അങ്ങനെ 10 എണ്ണത്തിന് 100 രൂപ അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ എമൗണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല രസമുണ്ടായിട്ട്. ഇതൊക്കെ വെറുതെ അല്ല, ഞങ്ങൾ വിചാരിക്കും ഈ ആൾക്കാർക്ക് എന്ത് പ്രാന്താണ്, ഇത് വെറുതെ എന്തിനും ഇങ്ങനെ ചെയ്യണേന്നൊക്കെ വിചാരിക്കുമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇത് ചെയ്തപ്പോൾ മനസ്സിലായേ ഇതിനൊരു ഹരം കയറാന്ന് പറയില്ലേ, നല്ല രസമുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇതിങ്ങനെ ചെയ്ത് ഉമ്മിച്ച് ചെയ്യണ്, കക കാണിച്ചു കൊടുക്കണത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കി എന്നൊക്കെ പറഞ്ഞ് രസമായിരുന്നു. നമുക്കുണ്ടായ ഫസ്റ്റ് അനുഭവം കേട്ടോ. ഇപ്പോൾ സൈക്ലിംഗ് ആണെങ്കിലും ഗൺ ഷൂട്ട് ആണെങ്കിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്ടതൊക്കെ. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പ്ലേസുകൾ കണ്ട് പോകുന്നല്ലാതെ നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രസമാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് മൂവ് ചെയ്ത് പിന്നെ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോയി. നല്ല കോട പിടിച്ചിരിക്കുന്നുണ്ടോ? ജസ്റ്റ് വേറൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് വ്യൂ പോയിൻ്റാണ്. പക്ഷേ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ടിട്ടാണ് നല്ല കോട, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പർ ലേക്ക് വ്യൂ ആണ് ഈ ഏരിയ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടിട്ട് നമുക്കൊന്നും അങ്ങോട്ടേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മഞ്ഞ് മാത്രമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് മഞ്ഞിങ്ങനെ നിൽക്കണതാണ് കേട്ടോ. കണ്ടോ? പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം നേരം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ പിന്നെ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല, വേഗം പോന്നു. അച്ഛനൊക്കെ അച്ഛൻ നിന്നേ അവിടെ കൊണ്ട് വണ്ടി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്ത് നമുക്ക് ഫോട്ടോസൊക്കെ ഫോട്ടോ എടുക്കാനുള്ള പോസിങ്ങിലൊക്കെ ഉണ്ടല്ലോ. ഫോട്ടോസ് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് കാണിച്ചിട്ടുണ്ട് എടുത്ത ഫോട്ടോസൊക്കെ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. നമ്മളവിടുത്തെ എൻട്രൻസിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പം നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കയറുകയാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരി ഒന്നും നമ്മൾ നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഴയും പെയ്ത കാരണം അതും അവിടെ ഫ്ലോപ്പായി. എന്നുവെച്ചാൽ ഒത്തിരി അവിടെ നമുക്ക് നടന്ന് പോകാനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾ കുറേ ഒന്നും കവറപ്പൊന്നും ചെയ്തില്ല. ഈ കണ്ട പൂക്കളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് പിന്നെ നമ്മളധികം അവിടെ കിടന്ന് കറങ്ങിയില്ല, വേഗം പോരുകയും ചെയ്തു കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് അവിടെ. ഇതെവിടെ ഉമ്മച്ച് പൂ കൊണ്ടിട്ടാണെങ്കിൽ എന്താണ് ഗ്രഹണം പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ടോലായിരുന്നു. പൂ കണ്ടിട്ട് അത്ര പ്രാന്ത ചെടിയുടെ.
അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വാച്ചൊക്കെ ചെയ്തു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് വെച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ പറ്റി, അതൊരു സ്പോട്ടുണ്ടേ. ഇതേന ഈ ഒരു ഏരിയ, ഇത് ഞാനും മച്ചും കൂടിയാണ് ആ നടന്നു പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി, പൊന്ന് നേരത്തെ കയറി, ഞാനും മച്ചും കൂടിയാണ് ആ പോകുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ നല്ല തണുപ്പും നല്ല രസമുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേളിലൊക്കെ കയറി എൻജോയ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല. കുറച്ച് നേരം മഴ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ഭാഗത്ത് കയറി നിന്നു. അതിന് ശേഷം നമ്മൾ കണ്ടോ, ഇവിടെ നമ്മൾ നിന്നു. മഴ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ അച്ഛനാണെങ്കിൽ പാട്ടും പാടി ഡാൻസായിരുന്നു. നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി പൂമ്പാറ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വില്ലേജൊക്കെ ജസ്റ്റ് കാണാം. അവിടെ വെളുത്തുള്ളിയൊക്കെ നല്ല ഒരുവിധം റേറ്റ് കുറവിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകാം. ഇവരുടെ ലൈഫുകൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇറങ്ങി നടക്കുക. അപ്പോൾ അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു വഴികളുണ്ട്, അതിൽ കൂടെയൊക്കെ നമുക്ക് നടന്ന് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പോയില്ല. ക്ലൈമറ്റ് ആണെങ്കിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നീങ്ങിക്കും പിന്നെ മഴ പെയ്യും, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോന്നു. നമ്മളതിന് ശേഷം പോന്നതിന് ശേഷം റാബിറ്റ് ഫാം ഉണ്ട്, റാബിറ്റ് ഷീപ്പിൻ്റെയൊക്കെ ഫാമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പിന്നെ മൂവ് ചെയ്തത്. അവിടെ നേരത്തെ അവിടെ ചെല്ലുകയാണെങ്കിൽ വൈകുന്നേരം ടൈമിൽ ചെന്നാൽ നമുക്ക് ഷീപ്പ് ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഷീപ്പിനെയൊക്കെ അവർ കയറ്റുന്ന സമയമാണ്, മേയാൻ പോയിട്ട് തിരിച്ചവരെ കൂട്ടി കയറ്റുന്ന ടൈമാണത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ല, നമ്മൾ രാവിലെ ഒന്നല്ലെങ്കിൽ രാവിലെ പോകണം, അവരെ മേയാൻ കൊണ്ടുപോകുന്ന ടൈമിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പോയാലാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൊക്കെ ശേഷമൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 8, 9 ആ ഒരു ടൈമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷീപ്പിനൊന്നും കാണാൻ പറ്റില്ല. റാബിറ്റിനെ കാണാൻ പറ്റും, ഷീപ്പിനൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ഷീപ്പിൻ്റെ ഫാം. എത്രയോ ഏക്കർ കണക്കിനുള്ളൊരു സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. 5 മണി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. 5, 6 മണി ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം ടൈമിൽ പോകാനായിട്ട്. പിന്നെ ഷീപ്പാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഇപ്പോൾ പോണവരാണെങ്കിൽ അതനുസരിച്ച് പോവുക. ഉച്ചയ്ക്കും ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എൻട്രൻസ് കയറി. ഇവിടെ നമ്മൾ ഇതൊക്കെ ഓരോ ഷെഡുകളാണ്. അപ്പോൾ അതായത് ഓരോ ബാച്ച് അനുസരിച്ചാണ് ഇവരെ കൂട്ടിലേക്ക് കയറ്റുന്നത്, ഷെഡിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് അവരെ കയറ്റുന്നതെന്നുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് റാബിറ്റിൻ്റെ ഫാമാണ്. റാബിറ്റ് ഒത്തിരി വലിപ്പത്തിലുള്ള റാബിറ്റൊക്കെ, പിന്നെ പ്രസവിച്ചെടുക്കുന്ന റാബിറ്റൊക്കെ ഉണ്ട്, കുഞ്ഞ് ബേബീസൊക്കെ ആയിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന റാബിറ്റ്സിനെയൊക്കെ നമുക്ക് കാണാം. പിന്നെ അതിന് ശേഷം നമ്മൾ കാണുന്നത് ഷീപ്പിനെയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ, കണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ എത്രയോ ഏക്കർ അവർ പറഞ്ഞിരുന്നു, അത്ര ഏക്കർ പ്ലേസാണ് വരുന്നത് കണ്ടോ. ഇവരൊക്കെ അവർ മെയ്യാൻ വിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക്
അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഒരാളാണെങ്കിൽ കുതിരനെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അതിനെ തൊടാനുള്ള പ്ലാനാണ് കേട്ടോ. അതിനാണ് ബ്ലാങ്ങി നിൽക്കുന്നത്. തൊട്ടു എന്തായാലും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതായത് ഇതാണ് എൻട്രൻസ് കേട്ടോ. നല്ല രസമുണ്ട് ഈ പ്ലേസ് കാണാനായിട്ട്. അപ്പോൾ കൊടൈക്കനാലൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും കാണുന്നൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ. അപ്പം നമുക്ക് എൻട്രൻസിലേക്ക് കയറി ഫസ്റ്റ് തന്നെ അതേ 2 കുതിര നിൽക്കുന്നുണ്ട്, തലയാട്ടി നമ്മൾ സ്വാഗതം ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം ഫസ്റ്റ് റാബിറ്റ് ഷെഡിലേക്കാണ് പോകുന്നത്. ആദ്യമൊക്കെ റാബിറ്റിയുടെ സെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സെയിലിംഗ് ഒന്നുമില്ല. അവർ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു. അതെ, ഇതിൻ്റെ ഉള്ളിൽ ഈ ഷെഡിലാണ് കേട്ടോ ഇവർ ഉള്ളത്. നല്ല രസമായിട്ടോ കാണാനായിട്ട്. പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഗ്രേ, വൈറ്റ്, ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റാബിറ്റിനൊക്കെ നല്ല ഭംഗി. എന്ത് രസമാണ് കാണാമെന്നറിയാമോ. അപ്പോൾ അവർ ഫുഡ് കൊടുക്കുന്ന ടൈമൊക്കെയാണിത്. ദേ ബേബീസ് കിടക്കുന്നുണ്ടോ, കണ്ടോ ബേബീസ്, എന്ത് രസവും കാണാൻ. അയ്യോ സോ ക്യൂട്ട്, കണ്ടോ. അപ്പോൾ എല്ലാം ഓരോന്നിനും ഇങ്ങനെ വാച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യായിരുന്നു. ഇവിടെ ഉണ്ട് ബേബി. അപ്പോൾ ഇതാണ് റാബിറ്റ് ഭാഗം. ഇതുണ്ടോ, എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. പിന്നെ നമ്മുടെ ഷീപ്പ് വരുന്നുണ്ടോ. ഓരോ ബാച്ചാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ബാച്ചാണ് വന്നേക്കുന്നത്. ഓരോ ബാച്ച് അനുസരിച്ചാണ് ഷീപ്പ് വരുന്നത്. ഇത് ഫസ്റ്റ് ബാച്ച് അവർ കയറ്റാണ് ഷീപ്പിനെ. ഇനി നമുക്കിതെങ്ങനെയാണ് ഇവർ വിളിക്കുന്നത്, എങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഭയങ്കര റൂൾസ് ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തോന്നുന്നു. നല്ല രസമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഇവിടെ നമ്മൾ ഷീപ്പിൻ്റെ ഇതെടുക്കുന്ന എന്തോ സെമിനാറും കാര്യങ്ങളൊക്കെ നടത്തിയതിന് വലിയൊരു ഇതൊക്കെ കിട്ടിയൊരു പ്ലേസാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തന്നെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് അറ്റത്തു നിന്നാണ് വരുന്നത്. ഇത് കണ്ടോ, ഇവരിങ്ങനെ വിസിലടിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ആ അറ്റത്തുനിന്ന് അവർ നിർത്തിയതിന് ശേഷം ഇങ്ങനെ ഓടി വരും അവർ വിളിക്കുമ്പോഴേക്കും. എന്നാൽ അപ്പോഴത്തേക്കും ഇവരിവിടെ ഫുഡൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടാകും അതിന് കഴിക്കാനായിട്ടുള്ള. അങ്ങനെ ഫുഡൊക്കെ അവരവിടെ വന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവർ പിന്നെ ലൈനായിട്ട് ഇവരെ ഷെഡിലേക്ക് കയറ്റും. അപ്പോഴത്തേക്കും നെക്സ്റ്റ് ഇത് സെക്കൻഡ് ബാച്ചാണ്. ഇനി തേർഡ് ബാച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ തേർഡ് ബാച്ചിന് നെക്സ്റ്റ് ഇതുപോലെ അറ്റത്ത് ഇവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടാകും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരാളിങ്ങനെ വിളിക്കുമ്പോഴേക്കും എല്ലാം കൂടി ഓടി വരും. നല്ല രസമാണ് കാണാൻ കേട്ടോ. എന്നിട്ട് അവർ ഇതിൽ അപ്പോഴത്തേക്കും സെക്കൻഡ് ബാച്ചിന് അടുത്ത ബാച്ചുകളെ വിളിക്കുമ്പോഴേക്കും ഇവർ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുഡ് നിറച്ച് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അത് ഫുഡ് കഴിയുമ്പോഴേക്കും ഇവരെല്ലാത്തിനെയും കൂട്ടി കയറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടിക്കാനൊക്കെ എന്ത് രസമാണെന്നറിയാമോ. അപ്പോൾ ഇപ്പം അടുത്ത ബാച്ചും കൂടി വരാനുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ബാച്ചും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബാച്ചിനെയും കൂടി കാത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം വരുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരോട് ചെന്ന് എന്തൊക്കെയോ അവിടെ എണ്ണ കൊടുക്കും അവർ. അതിന് ശേഷം അവിടെ നിന്നുള്ളവരെ വിളിച്ചിട്ട് അവരിങ്ങനെ കയറ്റുന്ന കാണാൻ നല്ല രസമാണത്. വരുന്നതൊക്കെ കാണാനും വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ടൈം കഴിഞ്ഞിട്ടോ. അതാണ് അവർ ബാഗും ലഞ്ച് ബോക്സൊക്കെ എടുത്തവർ വെച്ച് പോവാണ്. അവരുടെ ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ബാച്ചും കൂടിയേ ഉള്ളൂ ഇനി. ഞങ്ങളാണെങ്കിൽ വെയിറ്റിംഗാണ് അടുത്ത ബാച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ വരുന്നതാണ് നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അതേ കണ്ടോ, ഓടി തന്നെ ഉണ്ടോ, എന്ത് രസം കാണാൻ. ഇതിലൊരു കുറുമ്പനുണ്ട് കേട്ടോ. ഇതിലൊരു കുറുമ്പനുണ്ട്. ഇടിയൊക്കെ ആയിരുന്നു. മറ്റേലൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഇതിൽ വരുന്നവനൊരു കുറുമ്പനായിരുന്നു. ഇനി അവർ ഫുഡ് കഴിക്കുന്നു.
ഇത് കണ്ട അയ്യോ ഇവിടെ ഇടിയാണ് എന്നിട്ട് അതിൻ്റെ കൊമ്പ് ഇരിക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ ടൈം കഴിഞ്ഞു. കാരണം ഇവർ ഷീപ്പ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വർക്കേഴ്സ് പോവും. ആ ടൈം വരെ ഉള്ളൂ. ആ കയറ്റുന്ന ആ ടൈമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തണുപ്പല്ലേ, നല്ല ചൂട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ പുറത്തത്തെ കടയൊക്കെ അടച്ചു കളഞ്ഞു. ടൈം കഴിഞ്ഞപ്പോൾ അവർ അടച്ചു എന്നേശേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ് ആയിരുന്നേ. നമ്മൾ ഇനിയും പ്ലേസുകൾ കാണാനുണ്ട്, പക്ഷേ മതി നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചതിച്ചത് മഴയാണ്. നല്ല മഴ ഇടിവിട്ട് ഇതിൻ്റെ നമ്മളൊരിക്കൽ മന്നവന്നൂർ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. മറക്കരുതേ, മന്നവന്നൂർ.